ഞങ്ങൾ ഖുർആനിലേക്കാണ് ക്ഷണിക്കുന്നത്, ഞങ്ങൾ ഹദീസിലേക്കാണ് ക്ഷണിക്കുന്നത്. ഞങ്ങൾ സുന്നികൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഇമാം ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബിൽ ഇന്നതുണ്ട്, അതിലേക്കല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഞങ്ങൾ ഖുർആനിലേക്കാണ്, ഞങ്ങൾ ഹദീസിലേക്കാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, നല്ല ആശയാണല്ലോ പറയുന്നത് നല്ല ആശയമാണല്ലോ. ഖുർആൻ നമ്മുടെ പ്രമാണമാണ്, ഹദീസ് നമ്മുടെ പ്രമാണമാണ്, അതിൽ തർക്കമില്ല, സുന്നികൾക്കും തർക്കമില്ല. പിന്നെ എന്തുകൊണ്ട് ഖുർആനിലേക്ക് നിങ്ങൾ വരുന്നില്ല, ഹദീസിലേക്ക് നിങ്ങൾ വരുന്നില്ല? ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, സുന്നികളായ ആലിമീങ്ങളും സുന്നി വിഭാഗവും ഒക്കെ ഖുർആനിനെതിരാണ്, അവർ ഹദീസിനെതിരാണ്, അവർ ഖുർആനിന്റെ ആളുകളല്ല എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ ഇവിടെ ഒരു കരിഞ്ചന്ത നടക്കുന്നുണ്ട്. അതായത് പരിശുദ്ധ ഖുർആനും ഹദീസും പ്രമാണമല്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷേ പ്രമാണങ്ങൾ പരിശോധിക്കേണ്ടത് ആര് എന്നെടുത്തതാണ് ഇവിടുത്തെ വിഷയം കിടക്കുന്നത്. സുന്നികൾ പറയുന്നത് ഖുർആൻ പ്രമാണമാണ്, ഹദീസ് പ്രമാണമാണ്. പക്ഷെ അത് പരിശോധിക്കേണ്ടത് ആരാണ്? അതിന് അർഹതയുള്ള മുജ്തഹിദുകളായ പണ്ഡിതന്മാരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണല്ലോ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. എന്നിട്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലിതുബയ്യിന ലിന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നിർദ്ദേശമാണ്, നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷം കൊണ്ട് വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും മൗനാനുവാദത്തിലൂടെയും പരിശുദ്ധ ഖുർആൻ നന്നായി വിശദീകരിച്ചു. ആ വിശദീകരണം കണ്ടും കേട്ടും പഠിച്ചവരാണ് സ്വഹാബത്ത്. അവർക്ക് തൊട്ട് ശേഷമുള്ള താബിഉകൾക്ക് വിഷയങ്ങൾ കൈമാറി. അങ്ങനെ ആ ഉത്തമ നൂറ്റാണ്ടുകൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഉത്തമ നൂറ്റാണ്ടുകളിൽ ഒരുപാട് മുജ്തഹിദുകൾ ഉണ്ടായിരുന്നു. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വിഷയങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. അവർ അവരുടെ ശിഷ്യന്മാർക്ക് അറിവുകൾ പകർന്നു നൽകി അവർ ആ വിഷയങ്ങൾ ക്രോഡീകരിച്ചെടുത്തു. ആ ക്രോഡീകരിച്ചെടുത്തത് എല്ലാ വിഷയത്തിലേക്കുമുള്ള കാര്യങ്ങൾ അതിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ വിഷയങ്ങൾ വരുന്നോ, കർമ്മശാസ്ത്രപരമായ എല്ലാ വിഷയങ്ങൾക്കുമുള്ള തീർപ്പ് ആ ഗ്രന്ഥങ്ങളിലുണ്ട്. അതിനാണ് നമ്മൾ മദ്ഹബുകൾ എന്ന് പറയുന്നത്. 4 മദ്ഹബുകളാണ് ലോകത്തുള്ളത്. ഈ 4 മദ്ഹബ് സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഇമാമിയങ്ങൾ ഈ വിഷയങ്ങളൊക്കെ കിതാബിൽ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്.